ഹലോ ഗൈസ്, എല്ലാവർക്കും കില്ലാഡീസ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ഒരു ഡെയിലി വ്ളോഗാണ്. മൊത്തം കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇന്ന് നല്ല തിരക്കുള്ള സമയമാണ് രാവിലെ. അന്നേരം ഇന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയ്ക്കകത്ത്, അമ്മയും അച്ഛയും കൂടെയാണ് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ. ഇന്ന് അച്ഛയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അമ്മയും ഞാനും കൂടെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇന്നിപ്പോൾ അമ്മയ്ക്ക് വയ്യായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മയ്ക്ക് വയ്യാത്തതാണ്, രാവിലെ അമ്മയ്ക്ക്. അന്നേരം അമ്മ ഇന്ന് കിടപ്പായിപ്പോയി. ആ സമയത്ത് ഇന്ന് ഞാനായിരുന്നു ഫുൾ ഓളിനോള്. അപ്പോൾ രാവിലെ തൂത്തുവാരും തുടക്കലുമൊക്കെ രാവിലെ പോകുന്നതിന് മുന്നേ കഴിഞ്ഞു. രാവിലെ 7:30 പോവേ. അപ്പോൾ 7:30 ചായയൊക്കെ ഇട്ട് കൊടുത്തു. തൂത്തുവാരും തുടക്കലും എല്ലാം കഴിഞ്ഞു. അതൊന്നും പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ സമയം കിച്ചുകൂട്ടിനും കാച്ചുകൂട്ടിനും എഴുന്നേൽക്കുന്നതിന് മുന്നേ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ എഴുന്നേറ്റ് വന്ന് പിള്ളേരെയൊക്കെ നോക്കിയ സമയത്തിന് ഞാൻ പതുക്കെ അടുക്കളയിലോട്ട് കയറി. അപ്പോൾ ഇന്നത്തെ അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളെല്ലാം നിങ്ങൾ കാണും. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളും കൂടി ഉണ്ട് കേട്ടോ. കിച്ചുക്കുട്ടൻ പാവം ബീൻസിൻ്റെ മൂത്ത ബീൻസില്ലേ, അതിൻ്റെ അരിയൊക്കെ പതുക്കെ എടുത്ത് തരുവാണ്. ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോഴേ എൻ്റെ കൂടെ കിച്ചുക്കുട്ടനും വന്നു കേട്ടോ. ഇപ്പോഴേ അവനെല്ലാം ചെയ്ത് ശീലിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ പയർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ബീൻസ്, അതിൻ്റെ കൂടെ സവോളയും തേങ്ങാക്കൊത്തും പച്ചമുളകൊക്കെ വേറെ അരിഞ്ഞാണ് മൂപ്പിക്കുന്നത്. അങ്ങനെ മൂപ്പിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് മെഴുക്കുവരട്ടിക്ക്. പിന്നെ മോരിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മോര്, തൈര്, വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചുക്കുട്ടനെ ചക്കക്കുരു കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്നൊന്ന് പറഞ്ഞു പോയി, പണ്ട് ചക്കക്കുരുവൊക്കെ ഇങ്ങനെ ചുട്ട് തിന്നുമായിരുന്നു. അന്നേരം അവനത് വേണം, അങ്ങനെ ഞാൻ ചുട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ പാൻ അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്തിന് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തിന് വേണം സവോളയും പച്ചമുളകും കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ. ഞാൻ മെഴുക്കുവരട്ടി വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും സവോളയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് മെഴുക്കുവരട്ടിക്ക് കിട്ടുവേ. അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ. ഇങ്ങനെ വെച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ മെഴുക്കുവരട്ടി വെക്കുന്ന സമയത്ത് ആദ്യമേ തേങ്ങാക്കൊത്തും സവോളയും പച്ചമുളകും എല്ലാം കൂടെ മൂപ്പിച്ച് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തിന് എണ്ണയാണോ മെഴുക്കുവരട്ടി വെക്കാൻ എടുത്തേക്കുന്നത് അത് ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് കുറച്ചൊന്ന് മൂത്ത് വന്നപ്പോൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവോളയും പച്ചമുളകും ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അന്നേരം സവോള പെട്ടെന്ന് വഴണ്ടി വരുവേ. മെഴുക്കുവരട്ടിയൊക്കെ വെക്കാനായിട്ട് എല്ലാവർക്കും അറിയാം, എന്നാലും ഈ ഒരു രീതിയിലാണോ വെക്കുന്നതെന്നൊക്കെ എല്ലാവരും ഒന്ന് പറയണേ. ഇങ്ങനെയല്ല വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അഭിപ്രായം കൂടെ പറയണേ. അപ്പോഴത്തേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ. ആവശ്യത്തിന് സവോളയ്ക്കുള്ള ഉപ്പ് ഇട്ടാൽ മതി. എന്നിട്ട് ആ ഉപ്പ് മെഴുക്കുവരട്ടിക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഇടണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണേ. എനിക്കിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഈ ഉപ്പില്ലേ, അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ മെഴുക്കുവരട്ടി വെന്ത് വന്നപ്പം. അതുകൊണ്ട് പിന്നെ വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ടി വന്നിട്ടില്ലേ. അപ്പം ഇന്നലത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടല്ലോ. ചേച്ചിക്ക് സർപ്രൈസ് കൊടുത്തത് പാളിപ്പോയ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സേമിയ പായസത്തിൻ്റെ. അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും അതൊക്കെ പോയി കാണണം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുവാണ്, ഇപ്പോൾ 1 മാസം കഴിഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഒരു വീഡിയോ 15K ഒക്കെ കഴിഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. അപ്പോഴത്തെ നമ്മളത് മെഴുക്കുവരട്ടി റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കിച്ചുക്കുട്ടൻ ചക്കക്കുരു ഒക്കെ തിന്ന് കഴിഞ്ഞിട്ട് അവന് പിന്നെ വേണ്ടെന്ന് പറയുവാണേ. കിച്ചുക്കുട്ടൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. ആദ്യത്തെ ആവേശം മാത്രമേ ഉള്ളൂ, പിന്നെ അവനൊന്നും വേണ്ട കഴിക്കാൻ. അപ്പം നമ്മൾ ആ സവോള മൂത്ത് വരുന്ന സമയത്തിന് മോര് കാച്ചാൻ വേണ്ടി പോവുകയാണേ. അതിനിടയ്ക്ക് ആ സവോള ഒന്ന് തുറന്ന് നോക്കണം, കരിഞ്ഞു പോകുന്നുണ്ടോ ഒന്ന്. ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം വേണം കേട്ടോ നമ്മൾ അടുത്ത കറിയിലേക്ക് പോകാനായിട്ട്. ഇപ്പോഴത്തെ സവോള കുറച്ചൊന്ന് വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് വെന്ത് വന്നോട്ടെ. ആ സമയം നമുക്ക് ഇത് ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മോര് കാച്ചാനേ. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് പൊട്ടിക്കണേ. ഗൈസ് പറയുന്നതൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്, ക്ഷമിക്കണം. പിന്നെ നമ്മളിപ്പോൾ വീണ്ടും ഉലുവയും കൂടെ പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ടൊന്ന് വഴണ്ടി വരണം. അത് വരണ്ട് വരുന്ന സമയത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന തൈരും ഉപ്പും വെള്ളം കൂടി ചേർത്ത് ഉടച്ച് വെച്ചേക്കുന്ന ആ ഒരിത് നമുക്ക് തൈരിൻ്റെ അത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഞാനിങ്ങനെയാണ് കേട്ടോ മോരുകറി വെക്കുന്നത്. പിന്നെ തേങ്ങ അരച്ചും വെക്കാറുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ തേങ്ങ അരച്ച് ഇപ്പോൾ വെച്ചിട്ട് കുറച്ച് ദിവസമായി. എളുപ്പത്തിന് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേ മഞ്ഞൾപ്പൊടി മൂത്ത് വന്നപ്പോൾ കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മെഴുക്കുവരട്ടി ഒന്നും കൂടെ തുറന്നൊക്കെ നോക്കി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. ഇപ്പോഴത്തേ വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ കളറ് മാറുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആകുമേ. പക്ഷേ ഞാനിപ്പോൾ തിരക്കായതുകൊണ്ട് അത്ര പെട്ടെന്ന് അങ്ങ് വെക്കുമായിരുന്നു. അപ്പം ദേ വീണ്ടും നമ്മൾ ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. എനിക്ക് പക്ഷേ കറക്റ്റ് ആയിരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പ് ചേർത്തിട്ടില്ലേ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചും പിന്നെ ഇടയ്ക്ക് തുറന്ന് വെച്ചും അങ്ങനെയൊക്കെ കുറച്ച് നേരം വെച്ച് വേവിച്ചെടുക്കണം. നല്ല മെഴുക്കുമായിട്ട് നല്ല ഇങ്ങനെ എന്നാ പറയുക നല്ല മുരിഞ്ഞിരിക്കുന്ന പോലെ വരണം. അപ്പോൾ നമ്മുടെ മോരിന് വേണ്ടിയിട്ടുള്ള ബാക്കി മിക്സിനകത്തോട്ട് നമ്മുടെ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് എല്ലാവർക്കും അറിയാലോ ചൂടായി കഴിയുമ്പോഴത്തേക്കും നിർത്തണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ ഞാൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തവി ഇങ്ങനെ പൊക്കി നോക്കുമ്പം തവിയെ കൂടി ഇങ്ങനെ ആവി പറക്കുമല്ലോ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അതാകുമ്പോഴത്തേക്കും നമുക്ക് പിരിഞ്ഞു പോകത്തില്ല. അപ്പോഴത്തേക്കും നമ്മുടെ മോരും റെഡി ആയിട്ടുണ്ട്. മെഴുക്ക് പുരട്ടി ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഗൈസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അമ്മയ്ക്ക് ഇന്ന് ഒട്ടും വയ്യായിരുന്നു. അമ്മ ഇന്ന് കിടപ്പ് തന്നെയായിരുന്നു. എന്നാലും പിന്നെ എന്നാലും അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യണ്ടെന്നൊക്കെ ഓർത്ത് പിന്നെ അമ്മ മേലെങ്കിലും എഴുന്നേറ്റ് വന്ന് കിച്ചുകുട്ടനെയും കാശുകുട്ടനെയും നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ ഞാൻ TV ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ അവന്മാർ ഇരുന്നോളും. അപ്പോൾ മീൻകാരൻ വന്നപ്പം മത്തിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. 2-2.5 കിലോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇനി അതും കറി വെക്കണം, വറക്കണം, വെട്ടണം. വെട്ടുന്ന ഒരു വലിയ ടാസ്ക്കാണ്. പക്ഷേ എനിക്ക് ഇച്ചിരി സ്പീഡുണ്ട്. ഇന്നിപ്പം വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഇടയ്ക്ക് ഇച്ചിരി ലേറ്റൊക്കെ ആയിപ്പോയി. സാധാരണ ഞാൻ പെട്ടെന്ന് മീൻ വെട്ടിയെടുക്കുന്നതാണ്. അപ്പം അതേ നമ്മുടെ മീൻസ് മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വെട്ടാനായിട്ട് പോകാം. അപ്പോഴത്തേക്കും ഞാൻ മീനെല്ലാം വെട്ടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോഴത്തേക്ക് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വറുക്കാനുള്ളതെല്ലാം വരഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. കറി വെക്കാനുള്ളത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വറുക്കാനായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം എടുത്ത് വെച്ചിട്ട് മത്തിയൊന്ന് പുരട്ടി വെച്ച് പാൻ ചൂടാക്കി എണ്ണയൊഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് മത്തിക്കുട്ടന്മാരെ എല്ലാം വറുക്കാൻ വേണ്ടിയിട്ട് പെറുക്കിയിടുവാണ്. അത് അവിടെ ഇരുന്ന് മുരിയുന്ന സമയത്തിന് നമുക്ക് മീൻകറി വെക്കാം. മീൻകറി വെക്കുന്ന വീഡിയോ മത്തിക്കറിയുടെ കോട്ടയം സ്റ്റൈൽ മത്തിക്കറി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇന്ന് വേറെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണണേ. ഇന്ന് പുളി ഇടുന്നതിന് പകരം പുളിവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ കറിയുടെ വീഡിയോ വേറെ ഇടുന്നത് കൊണ്ട് ഞാൻ കറിയുടെ അങ്ങനെ കാണിക്കുന്നില്ല ഫുള്ളായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മത്തിക്കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാവേ. ഇപ്പം പെട്ടെന്നൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഡെയിലി വ്ലോഗ് ആയതുകൊണ്ട് ഇങ്ങനെയൊന്ന് കാണിക്കുന്നതേ ഉള്ളേ. പിന്നെ നമ്മുടെ ചാനലൊക്കെ കാണണം. ലൈവൊക്കെ ഞാൻ വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. അതൊക്കെ കാണണം എല്ലാവരുമേ. പിന്നെ ഇത് നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇന്നത്തെ ഒരു ഇത്രയൊക്കെ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഡെയിലി വ്ലോഗ് ഇങ്ങനെയല്ലെന്ന് എനിക്കറിയാം. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാവേ. അപ്പോഴത്തേക്ക് നമ്മുടെ കറികൾ മത്തിക്കറി, ബീൻസ് മെഴുക്കുവരട്ടി, ഉണക്കമീൻ ചമ്മന്തി, അത് വൈകിട്ടത്തെയാണ്. പിന്നെ മോരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാൻ. താങ്ക്